സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല കപ്പിൾസും ഡിവേഴ്സ് ആവുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഡിവേഴ്സ് ഒരു അത്ഭുതമായി തോന്നിയത് ഇന്നലെ അപർണ ജീവ ദമ്പതിമാർ ഡിവേഴ്സ് ആയത് അറിഞ്ഞപ്പോഴാണ്. സത്യം പറയാറ് ഞാൻ ടോട്ടലി ഷോക്കഡ് ആയി പോയി എന്നുള്ളതാണ്. കാരണം ഒരു ഐഡിയൽ കപ്പിൾ എന്നുള്ള ഒരു ഇമേജ് രണ്ടു പേർക്കും പബ്ലിക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇവരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ഒരു 70% പേരും ഇവരൊരു ഐഡിയൽ കപ്പിൾ ആയിട്ട് തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കാരണം അത്രയും അടിപൊളിയായിരുന്നു ഇവർ തമ്മിലുള്ള കോംബോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രണ്ടു പേര് വേർപിരിഞ്ഞു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇവർ തമ്മിൽ വേർപിരിഞ്ഞെന്നുള്ള രീതിയിലുള്ള റൂമേഴ്സ് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു ദിവസം മുമ്പേ അപർണ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. തനിക്ക് 32 വയസ്സ് തികഞ്ഞ വേളയിൽ അപർണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു കോസ്റ്റ്യൂമിൽ. ഞാൻ ആ ഫോട്ടോ സൈഡ് കൊടുക്കാം. അതിന് അപർണ കൊടുത്ത ക്യാപ്ഷൻ നോക്കി നിങ്ങൾ ഹലോ 32 എന്നുള്ളതാണ് അല്ലെ. എന്തായാലും ഈ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റും അതിന് അപർണ കൊടുത്ത റിപ്ലൈയുമാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചുതരാം. നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇതാണ് ആ കമന്റ്. ഇതിന് അപർണ കൊടുത്ത റിപ്ലൈ നോക്കി നിങ്ങൾ. അതൊക്കെ പണ്ട്, അതെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അപർണ പറഞ്ഞു വെക്കുന്നത് അല്ലെ. അപർണയുടെ ഈ കമന്റിന് കിട്ടിയ ലൈക്സ് നോക്കി നിങ്ങൾ 2246 ലൈക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. എന്തായാലും അപർണയുടെ ഈ റിപ്ലൈ നല്ല രീതിയിൽ വൈറലായി. ഒരുപാട് ഓൺലൈൻ മീഡിയസ് ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് വെച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ പിന്നെ സ്വാഭാവികം. അതോടെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ നൽകേണ്ട ബാധ്യതയിലേക്ക് അപർണയും ജീവയും എത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ അപർണയും ജീവയും നൽകുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത് ജീവയാണ്. അത് കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപർണ ഒരു ക്ലാരിഫിക്കേഷനുമായി വരുന്നത്. നമുക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ജീവയുടെ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, കുഴപ്പമില്ല, ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തരാം. ജീവയുടെ ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് പങ്കുവെക്കുന്നത് എനിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇത് നിങ്ങളോട് നേരിട്ട് പറയേണ്ടതുണ്ടെന്ന് ഞാൻ കരുതി. കാരണം എന്റെ കരിയറിലും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലും പ്രയാസകരമായിട്ടുള്ള സമയങ്ങളിലും അതിനിടയിലുള്ള എല്ലാത്തിലും നിങ്ങളിൽ പലരും എന്റെ യാത്രയുടെ ഭാഗമായിരുന്നു. നിങ്ങളിൽ പലർക്കും ഞങ്ങളെ ദമ്പതികളായി ഇഷ്ടമായിരുന്നു. പക്ഷെ ഇനി മുതൽ അത് നമ്മളല്ല, ജീവയും അപർണയും 2 വ്യക്തികളാണ്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എവിടെയോ എന്തോ തെറ്റിപ്പോയി. ഇപ്പോൾ ഈ ബന്ധം മുന്നോട്ട് പോകില്ലെന്നുള്ള സത്യം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അതിനാൽ ഞങ്ങൾ ഇരുവരും ഓരോരുത്തരും സ്വന്തം വഴിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിന് പിന്നിലെ കാരണം പൂർണ്ണമായും വ്യക്തിപരമാണ്. ഞങ്ങൾ ഈ സാഹചര്യത്തെ പക്വതയോടെ സ്വീകരിച്ചതുപോലെ നിങ്ങളും അതേ രീതിയിൽ സ്വീകരിക്കുമെന്ന് കരുതുന്നു. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സ്വകാര്യതയും മനസ്സിലാക്കലും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാം ഒരു കാരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇതായിരുന്നു ജീവയുടെ വാക്കുകൾ. വളരെ സിമ്പിളായി ജീവ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് പോയി അല്ലേ. എന്നാൽ ഇതിന് ശേഷം അപർണ തോമസ് തന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പോസ്റ്റ് കുറച്ചുകൂടെ കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ പോസ്റ്റ് മലയാളീകരിച്ചൊന്ന് വായിച്ചു തരാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. നിങ്ങളിൽ പലരും എന്നിൽ നിന്നും നേരിട്ടൊരു പ്രതികരണം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത്. അതെ, എന്റെ വിവാഹ ജീവിതം അവസാനിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. സത്യസന്ധമായി പറഞ്ഞാൽ അത് തുടരാനും ഞാൻ ആഗ്രഹിച്ചില്ല. ഇത് എളുപ്പത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നില്ല. ഞങ്ങൾ 2 പേരെയും കുറിച്ച് ചിന്തിച്ച ശേഷമാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. എന്നാൽ ഒടുവിൽ എനിക്കായി എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു ഇത്. ഇന്ന് ഞാൻ മനസമാധാനത്തിലാണെന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയും. ഞാൻ സന്തോഷവതിയാണ്. ഞാൻ സുരക്ഷിതയാണെന്ന് തോന്നുന്നു. ഏറെ കാലത്തിന് ശേഷം മുമ്പത്തേക്കാളും വളരെ ലഘുവായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പറയാനോ ഓരോ കാര്യം വിശദീകരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില കാര്യങ്ങൾ വളരെ വ്യക്തിപരമാണ്. എനിക്കിനി മുന്നോട്ട് പോകണം. മനസമാധാനത്തോടെ എന്റെ ജീവിതം ജീവിക്കണം. ദയവായി ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടം നൽകുകയും ചെയ്യണം. അതാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അപർണയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഉള്ളത് പറയാലോ, ഇതിൽ എവിടേക്കോ അപർണ ജീവയെ കുത്തി പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡിവോഴ്സിന് ശേഷം ഞാൻ മനസമാധാനത്തിലാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാനിപ്പോൾ ഭയങ്കര സന്തോഷവതിയാണ്, സുരക്ഷിതയാണെന്നൊക്കെ തോന്നുന്നു. മുമ്പത്തേക്കാളും ലഘുവായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എന്ന് അപർണ അവിടെ പറയാതെ പറഞ്ഞു വെക്കുകയില്ലേ എന്നൊരു ഡൗട്ട്. അതല്ലെങ്കിൽ ജീവയെ ഏതൊക്കെയോ തരത്തിൽ കുത്തി പറയുകയില്ലേ എന്നുള്ളൊരു സംശയം. എനിക്ക് മാത്രമല്ല കേട്ടോ ഈ സംശയം. ഞാൻ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് പലരും ഈ സംശയം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പലർക്കും അപർണ മറുപടിയും കൊടുത്തിട്ടുണ്ട്. 1-2 കമന്റുകളും അതിനുള്ള അപർണയുടെ മറുപടികളും ഞാനൊന്ന് വായിച്ചുതരാം. ജീവട്ട പോസ്റ്റും നിങ്ങളുടെ പോസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ജീവ എത്ര ഭംഗിയായി ആ പോസ്റ്റിൽ എഴുതി ചേർത്തു. പക്ഷെ നിങ്ങൾ പറയാതെ പറയുന്ന രീതിയിൽ അയാൾക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് കഷ്ടം. ടുഡേ ഐ ആം സേഫ് ഹാപ്പി ഫ്രീഡം എന്നൊരു ലൈനൊക്കെ മ്യൂച്വൽ ഡിസിഷനിൽ ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇതിന് അപർണ കൊടുത്തൊരു മറുപടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ്സ് മൈ വേർഷൻ
and I only know my story. You don't and I don't want to convince you or anyone for that matter. And these type of comments have no place here neither in my life. Thanks, peace to you. ഇതാണ് ഈ കമന്റിലുള്ള അപർണയുടെ മറുപടി എന്ന് പറയുന്നത്. അതായത് എന്റെ സ്റ്റോറി എന്താണെന്നുള്ളത് എനിക്കറിയാം, അതിന് എനിക്ക് നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അപർണ പറഞ്ഞു വെക്കുന്നത് അല്ലേ. എന്തായാലും മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ ഒരു ദമ്പതിമാർ വേർപിരിയുന്നു. അതിൽ ഭർത്താവായിട്ടുള്ള വ്യക്തി ആരെയും വേദനിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഭാര്യയാണെങ്കിലോ ഭർത്താവിനെ കുത്തി പറയുന്ന പോലെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുകൾ ഇല്ലേ എന്നുള്ളൊരു നെറേറ്റീവ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും ഈ പോസ്റ്റിലേക്ക് ഡീപ്പായി ഇറങ്ങി ചെല്ലുന്നില്ല. ജസ്റ്റ് ഇവർ പബ്ലിക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഡിസ്കഷൻ നടത്തിയെന്നേ ഉള്ളൂ. എന്തായാലും അതവിടെ കിടക്കട്ടെ. എന്തായാലും ഇങ്ങനെ അപർണയും ജീവയും ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ട സാഹചര്യത്തിൽ ഞാൻ ഇന്നലെ ഇവർ രണ്ടുപേരുടെയും പല ഇന്റർവ്യൂസും മുഴുവനും ഇരുന്ന് കണ്ടു കേട്ടോ. അത് പിന്നെ സ്വാഭാവികം. പക്ഷെ ഉള്ളത് പറയാലോ, മറ്റുള്ള കപ്പിൾസിനെ പോലെയല്ല. ഇവർ തമ്മിൽ പിരിഞ്ഞെങ്കിൽ കൂടിയും ഇവരുടെ പഴയ ഇന്റർവ്യൂസ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പോഴും ആ ഒരു ഫീൽ ഇവരുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. പലപ്പോഴും പല കപ്പിൾസും പിരിയുന്ന സാഹചര്യത്തിൽ അവരുടെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരാറുള്ളത്. പക്ഷെ അപർണയുടെയും ജീവയുടെയും ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീലിംഗേ തോന്നുന്നില്ല എന്നുള്ളതാണ്. എന്ത് രസമായിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. എന്തൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയാണ് രണ്ടുപേരും ഓരോരോ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന സമയത്ത് ഇവരെ പോലെ ആകാൻ കൊതിച്ചു പോകുന്നുള്ളതാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഇവര് വെറൈറ്റി മീഡിയയിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വാ കണ്ടോക്കാം. ചിലവർ പറയും കല്യാണം കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും കല്യാണം കഴിച്ചോ. ഞാൻ പറയും കല്യാണം കഴിക്കാൻ. ഞാൻ പറയും നല്ലതാ കല്യാണം കഴിക്കുന്നത്. എനിക്ക് സൂപ്പറാണ്. എന്റെ ലൈഫിൽ അടിപൊളിയായിരുന്നു. എന്റെ ഡാഡി മമ്മിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഫ്രീ ബേർഡ് ചിൽ ആ വൈബായിരുന്നു. അപ്പൊ ഞാൻ പറയും അങ്ങനെ കല്യാണം കഴിക്കുവാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കാം. അതെ, നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് അത്ര അടിപൊളിയാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ സൂപ്പറായിരിക്കും. അന്ന് പറഞ്ഞു കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് സമാധാനവും ഫ്രീഡവും കിട്ടിയതെന്ന് നോക്കി. ഇന്ന് പറയുന്നതോ പിരിഞ്ഞതിന് ശേഷമാണ് മനസ്സമാധാനവും ഫ്രീഡവും കിട്ടിയതെന്നുള്ളത്. എന്തായാലും മനുഷ്യന്റെ നിലപാടിൽ ഉണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങളെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. പണ്ട് 3 വർഷം മുമ്പേ ധന്യ വർമ്മക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഇവര് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മൾ കപ്പിളായി ജീവിക്കുന്ന സമയത്ത് ഒരു പാർട്ണർ ഫിനാൻഷ്യലി എന്ത് ചെയ്യണമെന്ന് മറ്റേ പാർട്ണർ അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇവര് ധന്യ വർമ്മക്ക് 3 കൊല്ലം മുമ്പേ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആ പോസ്റ്റിനോട് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അല്ല, ഈ ഫൈനാൻഷ്യൽ ഡീലിംഗ്സിന്റെ കാര്യം പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അപർണയ്ക്ക് ഒരു മാസം അപർണ എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നോട് പറയും. ഞാൻ പറയും ഓക്കെ ഇന്ന പേയ്മെന്റ്സ് എനിക്ക് വരാനുണ്ട് മുത്തേ, അപ്പം നമുക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, യുൽ ഡു ദിസ് എന്ന് ഞാൻ പറയും. അപ്പം പറഞ്ഞാൽ അങ്ങനെ തന്നെ എനിക്ക് ഇന്ന പേയ്മെന്റ്സ് വരാനുണ്ട്, അപ്പം എനിക്ക് ഈ മാസം കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാര്യം ഇത് ഞങ്ങൾ രണ്ടുപേരുടെ വർക്ക് ചെയ്താലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല വർക്ക് ചെയ്താൽ. ഞങ്ങൾ സ്ക്രാച്ച് നിന്ന് മൈനസ് നിന്ന് തുടങ്ങിയ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ലൈബിലിറ്റീസ് ഇല്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അപർണയുടെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കിയാലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾ സ്വപ്നം കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിലും ഷർട്ട് വാങ്ങിക്കുന്നതാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എല്ലാവരും കേട്ടല്ലോ. ഒരു കപ്പിളായി ജീവിക്കുമ്പോൾ ഒരു പാർട്ണർ ഫിനാൻഷ്യൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റേ പാർട്ണർ അറിയിക്കണം. അതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് ഇവർ 3 വർഷം മുമ്പേ ധന്യാവർമ്മക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതേ അപർണ തന്നെ 2 ആഴ്ച മുമ്പേ മറ്റൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പൊതുവെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വേണമെന്നാണോ വാട്ട് യു ഫീൽ? നോട്ട് റിയലി. അത്രയും വേണ്ട, അത്രയും ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കുറച്ചൊക്കെ ആവാം, പക്ഷെ നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടേക്കാണ് നമ്മളത് ഇടാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ മേ ബി FD നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ചിറ്റ്സ്, ഫണ്ട്സ്, അങ്ങനെയൊക്കെ നമ്മൾ ഷെയർസ് ഇതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അത് എല്ലാം ഒന്നും നമ്മളെല്ലാവരോടും ഓപ്പൺ ആവണം എന്ന് ഞാൻ പറയില്ല. ബീറ്റ് യുവർ പാർട്ട്ണർ, ബീറ്റ് യുവർ ഡാഡ്, ബീറ്റ് യുവർ പേരൻസ്, ഫ്രണ്ട്സ്, വേണ്ട. കുറച്ചൊക്കെ നമ്മുടെ സീക്രസിയിൽ അത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആസ് ലോങ് ആസ് അത് നമുക്ക് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ അറിയെങ്കിൽ വേറൊരാളോട് അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അൺലെസ് യുവർ CA, യുവർ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് ആളോട് മാത്രം നോണ പറയാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പണ്ട് നമ്മൾ ഫിനാൻഷ്യലി ഒരു പാർട്ണറുമായി ട്രാൻസ്പെറന്റ് ആയിരിക്കണം, നമ്മൾ ഫിനാൻഷ്യലി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പുറത്തെ പാർട്ണർ അറിയിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞ അതേ ആള് തന്നെ ഇപ്പൊ തിരുത്തി പറയാണ്. പാർട്ണേഴ്സ് തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പാടില്ല പോലും. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അപർണയുടെ നിലപാടുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അല്ലേ. അന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതം അടിപൊളിയാണെന്ന് പറഞ്ഞ അതേ അപർണ തന്നെ ഇന്ന് പറയുന്നു ഡിവോഴ്സ് ആയതിനു ശേഷമാണ് മനസ്സമാധാനം കിട്ടിയതെന്ന്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പാർട്ണേഴ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണമെന്ന് പറഞ്ഞ അതേ ആള് തന്നെ പറയുന്നു ഇപ്പൊ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പാടില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങൾക്കും അപർണയുടെ നിലപാടുകൾക്ക് മാറ്റം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അതിനൊരിക്കലും അപർണയെ കുറ്റം പറയില്ല കേട്ടോ.
നമ്മൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യന്മാരാകും, നിലപാടുകൾ മാറും, നിലവാരങ്ങളുടെ മാറ്റം വരും. എപ്പോഴും ഒരു മനുഷ്യന് ഒരേ സാഹചര്യം ആയിക്കൊള്ളുന്നില്ല. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ നിലപാടുകൾ മാറും അല്ലേ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, സാഹചര്യങ്ങളാണ് മനുഷ്യന്റെ നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഞാൻ ജീവിച്ചു വളരുന്ന സാഹചര്യമായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യം. അതുകൊണ്ട് തന്നെ എന്റെ നിലപാടായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നിലപാടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്റെ നിലപാടുകൾ മാറും. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ അപർണയുടെ കാര്യം എടുത്തു നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ വിചാരിച്ചാൽ മതി. പണ്ട് പാർട്ണർ എന്ന നിലയിൽ ജീവയിൽ നിന്നും അപർണയ്ക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അപർണയ്ക്ക് ഉണ്ടായ നിലപാടുകൾ ഇപ്പൊ അതെല്ലാം കിട്ടാതായപ്പോൾ അതെല്ലാം മാറി തുടങ്ങി എന്നുള്ളതാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി വേദം അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ബാക്ക് ടു ധന്യ വർമ്മ ഇന്റർവ്യൂയിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി ഒന്ന് കണ്ടോക്കാം. പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളാണെങ്കിലും അല്ലാത്ത ഒരുപാട് വാല്യൂസ് ലൈഫിലൊക്കെ ആണെങ്കിലും എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം നിങ്ങളുടെ അഡീഷണൽ പ്രഷേഴ്സും സ്ട്രെസ്സും ചാലഞ്ചസും ഉണ്ടെന്ന് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈയിടയ്ക്ക് കുഷാ കപില അവരൊരു പോസ്റ്റ് ഇട്ടു വേർ ഇതിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഗോഡ് ഫോർബിഡ് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഓഫ് എ പെർഫെക്റ്റ് കപ്പിൾ ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹാസ് ലിറ്ററലി എത്രയോ ആൾക്കാർ അവരെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ കുഷയും ജറാവറും ബ്രേക്കപ്പ് ആവുന്നു എന്ന് കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നമുക്ക് അവരെ പേഴ്സണലി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ അയ്യോ കഷ്ടമായിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതെ, അതേ തോന്നൽ തന്നെ അപർണയും ജീവയും നോക്കി മലയാളികൾക്ക് തോന്നി തുടങ്ങി എന്നുള്ളതാണ്. അയ്യോ പെർഫെക്റ്റ് കപ്പിൾ ആയിരുന്നല്ലോ, ഇപ്പൊ ഇവർക്ക് എന്ത് പറ്റുന്ന രീതിയിൽ അല്ലേ. എന്തായാലും ബാക്കിയുടെ ഉണ്ടോക്കാം. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളെ കാണുന്നതും ആ ഒരു പെഡസ്റ്റലിലാണ്. അപ്പൊ ആ അഡീഷണൽ പ്രഷേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ദർ ഹാസ് ടു ബി മോർ പുട്ട് ഇൻ ഫോർ യു ടു മേക്ക് ദിസ് മാരേജ് വർക്ക്. നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു ദ ബോത്ത് ഓഫ് യു വാട്ട് ഇസ് ദറ്റ് വൺ തിങ് വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി ഓൺ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ്? ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞു തോൽക്കി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ റീസെന്റ് കാണുന്ന എന്താ പറയാ ഡിവോഴ്സസ് എല്ലാം എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 50% ഈ ട്രസ്റ്റിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കുള്ളൂ. ട്രസ്റ്റ് ഇഷ്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ടാവാം. ഈഗോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. മാരേജ് വർക്ക്ഔട്ട് ആവാത്തതിൻ്റെ ഒരു വലിയ കാര്യമായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ she or he might be earning more, he or she might be the best out of those two. ചിലപ്പോൾ ആയിരിക്കാം. ബിക്കോസ് റീസെൻ്റ്ലി ഐ മെറ്റ് കുഷ. അപ്പോൾ ഐ സോ ഹർ. അപ്പോൾ ഐ ഡോണ്ട് നോ ബിക്കോസ് ഈ അനൗൺസ്മെന്റിന് മുന്നെയാണ് ഞാൻ കുഷാനെ കാണുന്നത്. അപ്പോൾ എനിക്ക് അറിയത്തില്ല അവർ ഡിവോഴ്സ്ഡ് ആണെന്ന് അറിയത്തില്ല. ഐ സോ ഹർ, ഐ ടോക്ക് ടു ഹർ. പുള്ളിക്കാരി ഒരു വർക്കിന് വന്നപ്പോഴാണ് കണ്ടത്. ഷീസ് ലൈക്ക് സോ മച്ച് ഇൻ ടു ദ വർക്ക്. പുള്ളിക്കാരി വർക്ക് ആൻഡ് ഷീ ഈസ് കമ്മിങ് വിത്ത് എ ലോഡ് ഓഫ് ലൈക്ക് എ വില്ലേജ്, ലോഡ് ഓഫ് പീപ്പിൾ, മേക്കപ്പ്, ഹെയർ, ടീം, ക്യാമറ, ഇതൊക്കെ വന്നിട്ട് ഷീ ഈസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ ദ വർക്ക്. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഡിവോഴ്സിന്റെ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ അവർ ഡിവോഴ്സ് ആയി എന്നുള്ളത് ഞാനും അറിയുന്നത്. ചേച്ചി പറഞ്ഞ പോലെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ബിക്കോസ് എത്ര നല്ല വീഡിയോസ് ഒക്കെ അവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, ഭയങ്കര നല്ല കപ്പിൾ. അവരുടെ ട്രാവൽ റീൽസ് ഒക്കെ ഞാനിങ്ങനെ നോക്കിയിരുന്ന് കണ്ടിട്ടുണ്ട്. അതെ, നിങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപർണ. നിങ്ങളുടെ ഒരു ബോണ്ട്, ലവ്, കെയറിങ്, നിങ്ങളുടെ ആ ട്രാവൽ വീഡിയോസ് ഇതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? കുഷാ തറാവർ ദമ്പതിമാർക്ക് സംഭവിച്ച അതേ കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിന് സംഭവിച്ചു എന്നുള്ളതാണ്. അന്ന് കുഷാ തറാവർ ദമ്പതിമാരുടെ ഡിവേഴ്സ് കണ്ട് ഇന്ത്യ മൊത്തം അന്താളിച്ച് നിന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഡിവേഴ്സ് കണ്ട് മലയാളികൾ മൊത്തം അന്താളിച്ച് നിൽക്കാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ അതാണ്. പുറമെ നിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല ആരുടെയും ജീവിതം. അതുപോലെ തന്നെ ഒരു മൊമെന്റ് വെച്ച് നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റത്തുമില്ല. ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളത്തെ കാര്യം എന്ന് പറയുന്നത്. ഇന്ന് അടിപൊളിയായി ജീവിക്കുന്ന കപ്പിൾസ് ഒരു പക്ഷേ നാളെ പിരിഞ്ഞെന്ന് വരാം. ഇപ്പൊ അവിടെ അപർണ ജീവന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. 3 വർഷം മുമ്പ് എത്ര അടിപൊളിയായിട്ട് ജീവിച്ച ആൾക്കാരാണ്. ഇവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയായി പോകും അല്ലെ. പക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വാക്കിടെ കേട്ടോക്കാം. ഒരു ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് കുഷയുടെ ആ ഒരു ലുക്കും അന്ന് ഞാൻ കണ്ട ആ ഒരു വിഷനാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഷീ മൂവ്ഡ് ഓൺ അതിന്ന്. അപ്പം ഞാൻ പിന്നെ ചിന്തിച്ചു എന്തായിരിക്കും കാരണം, എന്തുകൊണ്ടായിരിക്കും അവർ ഡിവോഴ്സ് ആയേ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ആസ് യൂഷ്വൽ ഒരാളുടെ ഡിവോഴ്സ് അറിയുമ്പം നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന്. അപ്പം തന്നെ നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്യും. അതുപോലെ ഒരു ശരാശരി ഒരു മനുഷ്യനെ പോലെ ഞാനും മനസ്സിൽ വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ട്രസ്റ്റ് ചീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയോ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. വിച്ച് മീൻസ് ഈ പറയുന്ന ഫാക്ടേഴ്സ്, നമ്മൾ ഈ ചിന്തിക്കുന്ന എല്ലാ ഫാക്ടേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. Trust is super important. You should understand your partner, understand all the needs, physical needs, എന്താ പറയാ mentally ആൾ ഓക്കെ ആണോ, everything your partner and you has to be on the same page. ഓക്കെ, ഇങ്ങനെയൊക്കെ അന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ നോക്കി നേരെ മാറ്റി പറഞ്ഞു. അന്ന് നിങ്ങൾ എല്ലാത്തിനും പാർട്ണറെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ അതേ ആൾ തന്നെ ഇപ്പൊ തിരുത്തി പറയാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ പാർട്ണറെ ട്രാൻസ്പെറന്റ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഡിവേഴ്സ് ചൂണ്ടിക്കാണിച്ച് നിങ്ങളൊരു പാർട്ണർ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് നമ്മളൊക്കെ അന്ന്
അന്ന് വിചാരിച്ചെന്താണ്, അടിപൊളി, ഇവർ ഒരിക്കലും വേർപിരിയില്ല, കപ്പിളായാലും ഇവരെ പോലെ ആവണം എന്നൊക്കെയാണ് അല്ലേ. പക്ഷേ ആ ചിന്തകൾക്കെല്ലാം വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും ബാക്കി കേട്ടു നോക്കാം. ഹാസ് ടു ബി ഓൺ ദ സെയിം പേജ്. അല്ലാന്നുണ്ടെങ്കിൽ ഈസിയാണ് ഇന്ന് ബ്രേക്കപ്പും ഡിവോഴ്സൊക്കെ സംഭവിക്കാൻ ഇങ്ങനെ അത് മതി അല്ലേ. ഇപ്പം ഞാൻ ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറെ പേരുണ്ട്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ ഓക്കെ വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് അല്ല, എപ്പോഴും ഡിവോഴ്സ് ആയെങ്കിൽ ഇപ്പോഴെങ്കിലും ആയല്ലോ, ബാക്കി ഉണ്ടോക്കെ എന്തായാലും. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത്, I won't say adjustment, I won't say sacrifice, because that two terms are bullshit in your relation. അതൊന്നുമല്ല, adjustment and sacrifice ഒന്നുമല്ല. Communication, just like he said, transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന് ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ചിലതൊക്കെ ഹൈഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ നീളുന്ന ഇവരുടെ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് കാണിച്ചുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഇവർ സംസാരിച്ച് പോകുന്നതിന്റെ അടുത്ത് ജീവ ഇവിടെ ഇല്ലോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഫീൽ ആയി പോയി എന്നുള്ളതാണ്. ഒരു പക്ഷെ മറ്റാരും ഈ കാര്യം എടുത്ത് സംസാരിക്കാൻ സാധ്യതയില്ല. പക്ഷെ എനിക്കെന്തോ ഭയങ്കര റിലേറ്റബിൾ ആയി തോന്നിയത് കൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് ജീവ പറയുന്ന ഭാഗം ഒന്ന് കേട്ടോക്കാം. അവരുടെ വീട്ടിലേക്ക് വരുന്നത്, പക്ഷേ നിങ്ങൾ ഒരു ഫീൽഡല്ലേ, നിങ്ങൾ ഒരുമിച്ച് അങ്ങ് ജീവിതം തുടങ്ങിക്കുമെന്ന് പറഞ്ഞ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് എൻ്റെ നാട് മാവേലിക്കര, അപർണയുടെ നാട് എറണാകുളം, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എറണാകുളം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ആദ്യത്തെ ഒരാഴ്ച പെൺകുട്ടികളുടെ വീട്ടിലാണല്ലോ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യുന്ന അവിടെ. അപ്പോൾ നമുക്ക് പതുക്കെ ഫ്ലാറ്റൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാറി. അപ്പോൾ എന്നോട് മമ്മീൻ്റെ അടി തോന്നുന്നു അല്ലേ, എന്തിനാണ് ഫ്ലാറ്റൊക്കെ നോക്കുന്നത്, ഒറ്റ മോളല്ലേ ഇവിടെ നിന്നോളൂ, ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ, അവിടെ നിന്നോളൂ. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ നിൽക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ലേ. അപ്പോൾ എനിക്കത് അപർണയുടെ മമ്മി ഡാഡി എന്നൊന്നുമില്ല, അത് കല്യാണം കഴിഞ്ഞ മുതലേ അപർണയുടെ മമ്മി ഡാഡി എൻ്റെ മമ്മി ഡാഡിയാണ്. ഞാൻ അങ്ങനെ ഓക്കെ ഫൈൻ, അവർക്ക് പ്രശ്നം, എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രശ്നമാണെങ്കിൽ നാട്ടുകാർ ബന്ധുക്കൾ എനിക്ക് വിഷയമുള്ള കാര്യമില്ല. എനിക്കറിയാം നാളെ ചിലപ്പോൾ നീ കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് എൻ്റെ റിലേറ്റീവ്സ് ചിലപ്പോൾ പറയാം, അപ്പനോട് റിലേറ്റീവ്സ് ചിലപ്പോൾ പറയാം, എന്നെക്കാളും കൂടുതൽ റിലേറ്റീവ്സ് ഉണ്ട് അപർണയ്ക്ക്. അപ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പം മരുന്നെല്ലാം അവർക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള അതാണ് എൻ്റെ. അങ്ങനെ ഒരു 4-4.5 വർഷം ഞാൻ നിന്നത് അപർണയുടെ എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്തോ ഈ പറഞ്ഞ പോർഷൻ എനിക്ക് വല്ലാതെ ഹേർട്ടായി എന്നുള്ളതാണ്. എന്റെ ലൈഫായിട്ട് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമില്ല, ഞാൻ ജീവിക്കുന്നത് കോഴിക്കോട് സൈഡിലാണ്, എന്റെ വൈഫ് ഹൗസ് മാഹിയിലാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു മലബാർ കുടുംബമാണ്. ഈ മലബാർ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ ഇല്ലോസിനിടയിൽ മരുമകന് ഭയങ്കര സ്ഥാനമാണ്. പ്രത്യേകിച്ച് അവിടെ ഈ അമ്മായിമ്മ മരുമകൻ ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കെയർ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ അമ്മായച്ചനും അമ്മായിമ്മയും നമ്മളെ കെയർ ചെയ്യും. ആ ലെവലിലുള്ള ഒരു ബോണ്ടാണ് അവിടെ ഉള്ളത്. ഇപ്പൊ എന്റെ ഒരു അവസ്ഥ പറയാനാണെങ്കിൽ എനിക്ക് അവരൊന്ന് പിരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ജീവ പറയുന്നുണ്ടല്ലോ, 4 വർഷത്തോളം അപർണയുടെ വീട്ടുകാരുടെ കൂടെ താമസിച്ചു, അപർണയുടെ അമ്മ ഉണ്ടാക്കി തരുന്ന രുചികരമായിട്ടുള്ള ഫുഡ് കഴിച്ച് ജീവിച്ചു എന്നൊക്കെ. അതിന് ജീവക്ക് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഇവിടെ ഒരു സങ്കടം പോലെ, അപർണയുടെ അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. ആക്ച്വലി ഈ ഒരു പോർഷൻ ആരും അധികം ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഒരു ഡിവേഴ്സ് സംഭവിക്കുമ്പോൾ 2 പേര് പിരിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് 2 കുടുംബം പിരിഞ്ഞു എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 2 കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറിയിരുന്ന സ്നേഹവും കരുതലുമാണ് അവിടെ ഇല്ലാതാകാൻ പോകുന്നത്. അത് ആലോചിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. എന്നാലും ഇതിനെല്ലാം ഇടയിൽ ഇവർ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതും കൂടി കണ്ട ശേഷം ഒന്ന് അവസാനിപ്പിക്കാം. അനാവശ്യ ചോദ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നവർ ഒരിക്കലും ഇതാവില്ല. അല്ല, നിങ്ങൾ ഗുഡ് ഇന്റൻഷനോടുകൂടിയാണ് ചോദിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ വിചാരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതായത് ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു ഫാമിലി ലൈഫ് പൂർത്തിയാവുന്നത് 2 പേർക്ക് ഒരു കുട്ടി വരുമ്പോഴാണല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇപ്പം 3ാമതൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരുമ്പോൾ അവനെ നോക്കാൻ അല്ലെങ്കിൽ അവളെ നോക്കാൻ, കുഞ്ഞിനെ നോക്കാൻ ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചെറുതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അതൊന്നും വരാതെ ഒരു പീസ്ഫുൾ ഞങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടി സമയം മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ എന്താ പറയാ, ഒരു ഗുഡ് ലൈഫ്, ഒരു എന്താ പറയാ ഫെസിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഒരു ബേബി നമ്മൾ ഈ വേൾഡിലേക്ക് കൊണ്ടുവരും. അതൊക്കെ നോക്കിയിട്ട് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല. വെരി ഷോർട്ട്. As of now, we don't have any plans. As of now, 0 plans. We are not even thinking of having a baby at the moment. Okay, so baby plans question ചോദിച്ചാൽ എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ എത്ര പറഞ്ഞാലും എനിക്കറിയില്ല, തലയിലേക്ക് കയറും എന്നുള്ളത് അറിയത്തില്ല. നിങ്ങളൊന്നും ആലോചിക്കുക, ഇങ്ങനെ വേറെ ആരോടും ചോദിക്കാതിരിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് സോ ഇറലവന്റ്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതായത് നന്നായി. ഈ 12 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു ബേബി പ്ലാനിങ് ഇല്ലാത്തത് എന്തുകൊണ്ട് നന്നായി. കാരണം നിങ്ങളിപ്പോൾ വേർപിരിയുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മെന്റലി ബാധിക്കുന്നത് ആ കുട്ടിയും കൂടി ആയേനെ. എന്തായാലും അതോടെ സംഭവിച്ചില്ലല്ലോ. ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ആശ്വസിക്കാം. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.